ഹലോ ഗായ്സ്, ഗ്രാനൈഡ് റിസൾട്ടാണ് +1 ഇന്ന്. എങ്ങനെയാണ് അറിഞ്ഞത്? ഞാനിങ്ങനെ ഓരോരുത്തരെ കമന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് ഇന്നാണെന്ന് അറിഞ്ഞത്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എന്തിനാണ്, ഇപ്പൊ എന്തായാലും എഴുതി കഴിഞ്ഞു. റിസൾട്ടും അത് എന്താ പറയണ്ടേ, റിസൾട്ടും അവരെന്തായാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ നമ്മളിനി ടെൻഷൻ അടിച്ച കാര്യമല്ലോ, ഓൾറെഡി അത് ഇതാക്കിയല്ലോ. പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, എനിക്ക് +1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ വേണ്ട. എന്താ വെച്ചാൽ നമുക്ക് എക്സാം എങ്ങനെയാണെന്നും ഒന്നും അറിയില്ല. നമ്മൾ 10th നിന്ന് നേരെ +1 പോകുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതുവരെയുള്ള എക്സാം പോലെ അല്ലല്ലോ എന്തായാലും നിങ്ങളെ ബോർഡ് എക്സാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണെന്ന് അറിഞ്ഞത് ഹാഫ് ഇയർലി ചെറിയൊരു എക്സാം മാത്രം കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് അറിഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോൾ +1 റിസൾട്ട് എങ്ങനെയായാലും ആ ഒരു ടെൻഷൻ വേണ്ട, നീ അടക്കും. പിന്നെ +2 ഇൻഷാല്ല ഇപ്പോഴേ ഇതായിക്കോള്. പിന്നെ +1 ആലോചിക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ +1 പോകുന്ന മക്കളാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാല് പിന്നെ വന്നോ കിട്ടുന്നില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് പിന്നെ നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ നീ അങ്ങനെ ഒരുപാട് ഇരുന്ന് പഠിച്ചതല്ലോ അന്നത്തെ ലാസ്റ്റ് ഒന്നും ഒട്ടും ഇതാക്കിയിട്ടില്ല. പഠിച്ചിട്ടോ പഠിക്കാൻ എനിക്ക് ലാസ്റ്റ് അത്ര പ്രഷർ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിരുന്നു എക്സാമിന്റെ ടൈമിലൊക്കെ. ഞാൻ വീഡിയോ ചെയ്യുന്നൊക്കെ അങ്ങനെ വീഡിയോ ഇട്ടോണ്ടൊക്കെ ഉണ്ടായിരുന്നു ഓരോ എക്സാം കഴിഞ്ഞിട്ടൊക്കെ. കാരണം ഫസ്റ്റ് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ നോക്കിയായിരുന്നു. ഞാൻ ഒട്ടും പഠിക്കാണ്ട് എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇനി +1 പോകുന്നവരോട് ഞാൻ എന്റെ അനുഭവം വെച്ച് പറയാണ്, നമ്മൾ പെട്ടെന്ന് ഒരു വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറെ നമ്മൾ ഒന്നും അറിയാത്തൊരിതായിട്ട് ആണ് +1 എഴുതുന്നത്. അതല്ല, പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നല്ലോ. മാത്സ് ഒക്കെ ഒരു ഡിഫറെന്റ് തന്നെ ആയിരുന്നല്ലോ. ചിന്തിച്ച പോലെ അല്ലായിരുന്നു. കാരണം നമുക്കത് അറിയത്തില്ലായിരുന്നു, നമുക്കത് പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇനി +2 ആ മിസ്റ്റേക്ക് വരുത്താണ്ടിരിക്കാണ് ചെയ്യേണ്ടത്. അതുപോലെ +1 മക്കളും നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങൾ PYQs ഒക്കെ നല്ലോണം ശ്രദ്ധിക്കുക. എക്സാം ഇല്ലാന്ന് വെച്ചിട്ട് ആരും ഒന്നും മൈൻഡ് ചെയ്യാതെ എത്തരുത്. പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ടെൻഷൻ. കിട്ടുന്നില്ല അപ്പൊ നമുക്ക് പിന്നെ എടുക്കാം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. വെറുതെ കുറെ ലാഗ് അടുപ്പിക്കണ്ട. അപ്പൊ പിന്നെ വരാന്ന് പറയാം. പിന്നെ ഗായ്സ്, റെഡിയുടെ റിസൾട്ട് വന്ന് ഫുൾ A+ ആണ്. താങ്ക് യു. അപ്പൊ ഞാനില്ലേ ഗൈസ്, ഇങ്ങനെ നോക്കി ക്രോമില് ഞാൻ എത്ര നേരമായി അറിയാൻ നോക്കുന്നത്. അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടിട്ട് കണ്ടു ക്രോമില് കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിളിൽ പോയാൽ മതി. അങ്ങനെ ഞാൻ ഗൂഗിളിൽ പോയി എന്റെ ഷോളൊക്കെ കുറെ ഗൂഗിളിൽ പോയിട്ട് നോക്കിയപ്പോ എന്റെ റിസൾട്ട് കണ്ടു ഗൈസ്. ഹാപ്പിയായി. എനിക്ക് എല്ലാത്തിലും നല്ല ഫുൾ മാർക്ക് തന്നെ ഉണ്ട്. സന്തോഷായി. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്റെ അടുത്ത് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യം എന്ന് വെച്ചാൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിലും ഫുൾ മാർക്ക് കിട്ടിയത്, ഇംഗ്ലീഷിൽ കുറഞ്ഞവരൊക്കെ ഉണ്ട്. അവിടെ ഇംഗ്ലീഷിൽ അങ്ങനെ ഫുൾ മാർക്കൊന്നും, ഞാൻ എന്റെ ഹാഫ് ഇയർലിയുടെ മാർക്കൊക്കെ പറയുമ്പോൾ കുറെ പേര് ഒരുപാട് തവണ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തു, നമുക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്ത പോലെ കിട്ടില്ലാണ്. അതുകൊണ്ട് എനിക്ക് അതുപോലെ തന്നെ ഞാൻ അതിൽ കുറച്ച് മാർക്ക് അവർ കുറച്ചിട്ടുണ്ട്. എന്തായാലും 95 above എന്തായാലും ഉറപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല, കാരണം ഞാൻ അത് എക്സ്പെക്ട് ചെയ്തായിരുന്നു. പിന്നെ ബാക്കി എല്ലാത്തിലും ഫുൾ ഉണ്ട്. മാത്സിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അതൊരു ഇഷ്യൂ ഒക്കെ ആയതാണ്. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, മാത്സിൽ ഞാനൊരു മാർക്ക് എന്റെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എക്സാക്ട്ലി ഒരു മാർക്ക് പോലും കൂട്ടിയിട്ടില്ല ഗൈസ്. നിങ്ങൾ കുറെ പേരൊക്കെ പറയുന്ന കേട്ടു കുറെ കൂട്ടും, എല്ലാം വാരി കോരി തരും. അങ്ങനെ ഒന്നുമില്ല ഗൈസ്. ഞാൻ എന്താണോ, എനിക്കറിയാം ഞാൻ തെറ്റിച്ചതും, എനിക്കറിയാം ഞാൻ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരുത്തിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കറക്റ്റ് ഗൈസ്. ആ നോക്കിയ ആൾ എന്നോട് ഞാൻ ചിന്തിച്ച പോലെ തന്നെയാണ് കറക്റ്റ് ആ മാർക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലെനിക്ക് ടെൻഷൻ ഇല്ല, കാരണം ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്ത മാത്സിൽ. നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് എന്റെ മിസ് കൺഗ്രാറ്റ്സ് ഡിയർ എന്നൊക്കെ അയച്ചിട്ടുണ്ട്. ഫുൾ A+ ആണ്. ഓക്കെ, അത് ഞാൻ മിസ് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, കൺഗ്രാറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിപ്ലൈ കൊടുക്കാം നമുക്ക്. അപ്പൊ എന്തായാലും റിസൾട്ട് ടെൻഷൻ ആരും ആവണ്ട. ഇത് സത്യം പറഞ്ഞല്ലേ, ഞാൻ ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അത് ഫസ്റ്റ് പബ്ലിക് എക്സാം ഒക്കെ ആയതുകൊണ്ടായിരിക്കും. ഇതിപ്പോ അത്ര പ്രശ്നമില്ല. ഇനി അടുത്ത വർഷമാണ് നമ്മൾ ഒന്നുകൂടി സീരിയസ് ആയിട്ട് ശരിക്കും നോക്കേണ്ടത്. അപ്പൊ എന്നാലും നിങ്ങൾ പറയാ, നിങ്ങൾക്ക് മാത്സിലും ബാക്കി എല്ലാത്തിലും എങ്ങനെയുണ്ട് മാർക്ക്, കാര്യങ്ങളൊക്കെ മാർക്ക് കിട്ടിയിരുന്നോ പറയാ, കൂട്ടിയിരുന്നോ കുറച്ചിരുന്നോ എല്ലാം അതുപോലെ പറയണം. കാരണം ഞാൻ പറഞ്ഞു ബാക്കി എല്ലാത്തിലും എനിക്ക് ഫുൾ ഉണ്ട്. ഇംഗ്ലീഷിന്റെ കാര്യം മാത്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. 98%
അങ്ങനെ തോന്നി, ഞാൻ കൂട്ടി നോക്കി നോക്കണം. ശരിക്കും നോക്കാനുണ്ട് 98% ആണെന്ന് തോന്നുന്നു എന്തായാലും. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാല് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഒന്നാമത്, പിന്നെ മാത്സും അങ്ങനെ. എന്നാലും ഞാൻ പക്ഷെ മാത്സ് അങ്ങനെ ആയത് ഗുണമായി എന്നാ ഞാൻ വിചാരിക്കാം. എന്താ വെച്ചാല് ഇംഗ്ലീഷിൽ ഇപ്പൊ ഈ ഒരു ചെറിയൊരു മാർക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ വരും. അതാണ് ഞാനും വിചാരിച്ചത്. എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു, ഇംഗ്ലീഷിൽ കുറഞ്ഞുകൊണ്ടാണെങ്കിൽ ടെൻഷൻ വരും. ആ ഒരു ഇത് വരാനില്ല. കാരണം മാത്സിലും കൂടി ഫുൾ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഇംഗ്ലീഷിൽ ഈ ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് കാരണം എനിക്ക് ഫുൾ മാർക്ക് പോയി. അങ്ങനെ ആരും എന്തിനും ടെൻഷൻ എടുക്കണ്ട. ഇപ്പൊ A+ കിട്ടാത്താളോ ആരും ടെൻഷൻ അങ്ങനെ കുറെ A+ ഫുൾ മാർക്ക് ഒന്നുമല്ല നമ്മളെ ലൈഫ്. +2 കഴിഞ്ഞതിന് ശേഷമാണ് ലൈഫിന്റെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റേജ് എത്തുമ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ 10th എത്തുന്ന വരെ നമ്മൾ വിചാരിച്ചത് 10th ആണ് നമ്മുടെ ഇതെന്ന്. ഇനി +2 കഴിയുമ്പോൾ +2, പക്ഷെ +2 കഴിഞ്ഞിട്ട് ഇനി ആണ് അല്ലാതെ ഫുള്ള് +2 ഫുൾ മാർക്ക് കിട്ടിയാളും ഫുൾ A+ കിട്ടിയാളൊക്കെ വലിയ ഈ ഒരു മാർക്കിനല്ല വാല്യൂ. പിന്നെ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് എനിക്ക് +2 ഫുൾ മാർക്ക് ആയിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിലും ഫുൾ മാർക്ക് കിട്ടിയിട്ടും കുറെ ഇതായവരുണ്ട്, ഇതാക്കിയവരുണ്ട്. അതൊക്കെ നമ്മുടെ പെർഫോമൻസ് പോലെയാണ്. ഇനി +1 ഉള്ളവർക്ക് നീ ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പൊ എന്തായാലും റിസൾട്ട് കൂടി വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും +1 ഉള്ളവർക്ക് വേണ്ടി എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അത് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ എല്ലാവരും ചോദിച്ചോണ്ടായിരുന്നു. ചെയ്യാത്ത കാരണം നമ്മളെ റിസൾട്ട് വന്ന് നമ്മളെ ആരിൽ നിന്നും ഞാൻ എങ്ങനെയാണ് പഠിച്ചത് നമ്മളെ മാർക്ക് കാണിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതുവരെ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങളുടെ റിസൾട്ട് ഒക്കെ കമന്റിൽ അറിയിക്കുക. എന്തായാലും സ്കൂൾ തുറക്കുന്ന മുമ്പ് വന്നത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. സർപ്രൈസ് റിസൾട്ട് എന്ന് കൊടുക്കണം അല്ലെ ടൈറ്റില്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ലൈക്ക് ചെയ്യുക. ബൈ.